എല്ലാവർക്കും സ്വാഗതം. പൗരസ്ത്യ കാവ്യ സിദ്ധാന്തങ്ങളിൽ 4 പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളുണ്ട്. അതിലൊന്ന് വാമനൻ്റെ രീതി സിദ്ധാന്തം, 2 കുന്തകൻ്റെ വക്രോക്തി സിദ്ധാന്തം, 3 മഹിമഭട്ടൻ്റെ അനുമാന സിദ്ധാന്തം, 4 ക്ഷേമേന്ദ്രൻ്റെ ഔചിത്യ സിദ്ധാന്തം. കാവ്യത്തിൻ്റെ ആത്മാവ് രീതിയാണെന്ന് വാമനനും, അതല്ല വക്രോക്തിയാണെന്ന് കുന്തകനും, അനുമാനമാണ് കാവ്യാത്മാവ് എന്ന് മഹിമഭട്ടനും, ഔചിത്യമാണ് കാവ്യാത്മാവ് എന്ന് ക്ഷേമേന്ദ്രനും പറയുന്നു. ശ്രീ ശങ്കുകൻ നാട്യശാസ്ത്ര വ്യാഖ്യാനത്തിന് ഉന്നയിച്ച രസാനുമിതി വാദത്തെ പിന്തുടർന്നാണ് മഹിമഭട്ടൻ അനുമാന സിദ്ധാന്തം ഉണ്ടാക്കിയിരിക്കുന്നത്. ശങ്കുകൻ്റെ തന്നെ അനുമാന സിദ്ധാന്തം രസസൂത്ര വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ പറയുന്ന അനുമാനവും മഹിമഭട്ടൻ്റെ അനുമാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും വാക്ക് ഒന്നാണെങ്കിലും മഹിമഭട്ടൻ അനുമാനം എന്നുദ്ദേശിക്കുന്നത് ശങ്കുകൻ ഉദ്ദേശിച്ച ആ രീതിയിലല്ല. ഇവിടെ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ആ കാര്യം ഇതാണ്: അനുമാനം എന്ന വാക്കിൻ്റെ സാമാന്യർത്ഥം ഊഹം എന്നാണ്. അതായത് ഒരിടത്ത് തീ ഉണ്ടെന്ന് പറയുന്നു. ആ പറയുന്ന സമയത്ത് നമ്മൾ അനുമാനിക്കുകയാണ്, ഊഹിക്കുകയാണ് അവിടെ പുകയുണ്ടാവും എന്നുള്ളത്. ഒരിടത്ത് ജനനമുണ്ടെന്ന് പറയുന്നു. അപ്പം നമ്മൾ ഊഹിക്കുകയാണ് ആ വ്യക്തിക്ക് മരണവും ഉണ്ടാവുന്നു. അപ്പോൾ അനുമാനിക്കുകയാണ്. ഇനി ഒരു മരം വെട്ടുന്നത് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ അനുമാനിക്കുകയാണ്, ഊഹിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ മരം നിലംപൊത്തും എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ ധ്വനി എന്ന വാക്കിന് പകരം, ആനന്ദവർദ്ധൻ പറഞ്ഞിരിക്കുന്ന ധ്വനി എന്ന വാക്കിന് പകരം മഹിമഭട്ടൻ പറയുന്നത് അത് ധ്വനിപ്പിക്കുന്നത് ധ്വനിയല്ല, പകരം ഊഹമാണ് അല്ലെങ്കിൽ അനുമാനമാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അനുമാനം എന്ന സങ്കല്പം തന്നെയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വ്യക്തി വിവേകം എന്ന ഗ്രന്ഥത്തിലാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ മഹിമഭട്ടൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥം വ്യക്തി വിവേകമാണ്. അതിൽ ഓരോ അധ്യായങ്ങളുടെയും പേര് വിമർശനങ്ങളെന്നാണ്. അധ്യായങ്ങൾ പേരിട്ടിരിക്കുന്നത് വിമർശനങ്ങളെന്നാണ്. അതിൽ 1-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ 1-ാം വിമർശനത്തിൽ പറയുന്നത് അതിൽ അദ്ദേഹം ധ്വനിയെ, ആനന്ദവർദ്ധൻ പറഞ്ഞിരിക്കുന്ന ധ്വനിയെ ഖണ്ഡിക്കുകയാണ്. ധ്വനിയെല്ലാം അനുമാനത്തിൽ നിന്ന് അന്തർഭവിക്കുന്നു എന്ന്, അല്ലെങ്കിൽ അനുമാനത്തിൽ അന്തർഭവിക്കുന്നു എന്ന് കാണിക്കുകയും ചെയ്യുന്നു. 2-ാം അധ്യായം അല്ലെങ്കിൽ 2-ാം വിമർശനത്തിൽ കാവ്യത്തിലെ ബഹിരംഗ ദോഷവും അന്തരംഗ ദോഷവും അദ്ദേഹം വിവരിക്കുന്നു. അദ്ദേഹം പറയുന്നു അനൗചിത്യമാണ് ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നു 2-ാമത്തെ അധ്യായം അല്ലെങ്കിൽ 2-ാമത്തെ വിമർശനത്തിൽ. 3-ാം വിമർശനത്തിൽ ധ്വനിക്ക് ആനന്ദവർദ്ധനകാരൻ നൽകിയ ഉദാഹരണങ്ങൾ ഓരോന്നായി 40ഓളം ഉദാഹരണങ്ങളുണ്ട്. അത് ഓരോന്നായി വ്യാഖ്യാനിച്ച് അതെല്ലാം അനുമാനങ്ങളാകുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ പ്രത്യേകത, ഒരു പുതിയ കാര്യം എന്ന രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് അന്ന് നിലവിലുണ്ടായിരുന്ന പല കാര്യങ്ങളെയും അദ്ദേഹം അനുമാനത്തിൻ്റെ ഒരു കള്ളിയിൽ ഉൾപ്പെടുത്തി എന്ന് മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊരു പുതുമയോ പ്രത്യേകിച്ച് ഒരു നേട്ടമായോ നമുക്കത് കാണാൻ കഴിയില്ല. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലും രസത്തിൻ്റെ, അതായത് കാവ്യാത്മാവ് രസം തന്നെയാണ്. അതായത് രസം തന്നെയാണ് കാവ്യാത്മാവെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ രസം ധ്വനിക്കുകയല്ല അവിടെ സംഭവിക്കുന്നത്, അത് അനുമാനിക്കപ്പെടുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ വാദം. രസം കാവ്യാത്മാവ് തന്നെയാണ്, പക്ഷേ ആ രസം എന്നുള്ളത് ധ്വനിപ്പിക്കുകയല്ല, പകരം അനുമാനിക്കുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം തർക്കശാസ്ത്രത്തിലെ അനുമാനത്തെ അനുമാന സിദ്ധാന്തമാക്കി മാറ്റി എന്ന് നമുക്ക് പറയാം. അദ്ദേഹം ശബ്ദത്തിന് അഭിധ എന്ന വ്യാപാരവും പിന്നെ അനുമാനവും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം അർത്ഥത്തിന് വാച്യവും അനുമേയവും ഉണ്ടെന്നും പറയുന്നു. ശബ്ദത്തിൽ അഭിധയെപ്പറ്റി മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വാച്യാർത്ഥത്തിന് മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പിന്നെ അനുമാനത്തിനെ പറ്റിയും പറയുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ സങ്കല്പം അനുസരിച്ച്, അല്ലെങ്കിൽ അനുമാനാർത്ഥം വസ്തു, അലങ്കാര, രസാദികൾ, ഇങ്ങനെ 3 വിധത്തിലുണ്ട്. അതിൽ വസ്തുവിനെയും അലങ്കാരത്തിനെയും വാച്യമായും രസത്തിനെ അനുമാനിക്കപ്പെടുന്നതായും അദ്ദേഹം പറയുന്നു.
ഇദ്ദേഹത്തിൻ്റെ അനുമാന സിദ്ധാന്തത്തിൻ്റെ ശക്തനായ ഒരു വക്താവായിരുന്നു കുട്ടിക്കൃഷ്ണമാരാർ. അദ്ദേഹത്തിൻ്റെ സാഹിത്യഭൂഷണം എന്ന കൃതിയിൽ അദ്ദേഹം ഈ അനുമാന സിദ്ധാന്തത്തിനെ ആസ്പദമാക്കി ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പുകയുള്ളിടത്തെല്ലാം തീ ഉണ്ടാവണം, അല്ലെങ്കിൽ വിളക്കുള്ളിടത്തെല്ലാം പ്രകാശമുണ്ടാവണം, കരയുന്നവന് വ്യസനമുണ്ടാവണം, ജന്തുവായിരിക്കുന്നവരെല്ലാം മരണമുണ്ടാവും. ഇങ്ങനെ ഇവയ്ക്കുള്ള നിയതമായ സാഹചര്യത്തിന് വ്യാപ്തി, അഭിനാവം എന്ന് വേറെയും പേരുകളുണ്ട്. ഈ സാഹചര്യ നിയമം ഗ്രഹിച്ചിരിക്കുന്നവർക്ക് അവയിൽ ഏതെങ്കിലും ഒരു വസ്തു ഒരിടത്തുള്ളതായി അറിഞ്ഞാൽ മറ്റേ വസ്തുവും അവിടെ ഉണ്ടെന്ന് ഊഹിക്കാമല്ലോ. ഈ ഊഹമാണ് അനുമാനം. അതായത് അവിനാഭ ജ്ഞാനപൂർവകമായി ഭാവജ്ഞാനപൂർവകമായി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ജ്ഞാനമുണ്ടാകുന്നതിനെയാണ് അനുമാനമെന്ന് അദ്ദേഹം പറയുന്നു. രണ്ട് വസ്തുക്കൾക്ക് തമ്മിൽ സാഹചര്യം ഉണ്ടാവുന്നത് അവയ്ക്ക് പരസ്പരം സംബന്ധമുള്ളത് കൊണ്ടാവണമല്ലോ. ആ സംബന്ധം പല വിധത്തിൽ വരാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഒരു വാദം ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അതിന് കാര്യകാരണഭാവം എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പുക കണ്ട് തീ ഉണ്ടെന്ന് അനുമാനിക്കുന്നത്, എവിടെ പുക ഉണ്ടോ അവിടെ തീ ഉണ്ടെന്ന് അനുമാനിക്കുന്നത് കാര്യകാരണഭാവമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് അവയവവിഭാവം, അതായത് അവയവ വിഭാവം. ഒരു ചെടി നിൽക്കുമ്പോൾ അടിയിൽ വേരുണ്ടെന്ന അനുമാനമാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. വേറൊന്ന് ധർമ്മവിഭാവം, നിലാവ് കണ്ട് ചന്ദ്രൻ ഉദിച്ചു എന്ന് അനുമാനിക്കുന്നു, അത് ധർമ്മ വിഭാവത്തിൽ വരുന്നുണ്ട്. ഇനി വേറൊന്ന് സാമാന്യ വിശേഷഭാവം, ജീവികൾക്കെല്ലാം മരണമുണ്ടെന്ന അറിവ്, താനും മരിക്കേണ്ടി വരും എന്ന അനുമാനം. അഞ്ചാമത്തത് പൗർവപര്യം, ഇന്ന് തിങ്കളാഴ്ചയാണെന്ന അറിവ് നാളെ ചൊവ്വാഴ്ചയാകും എന്ന അനുമാനം എന്ന് അതൊരു അനുമാനമായി അദ്ദേഹം പറയുന്നു. അപ്പോൾ അനുമാന സിദ്ധാന്തം നമുക്ക് അറിയാം. അതിനെ ആസ്പദമാക്കി കുട്ടിക്കൃഷ്ണമാരാർ അദ്ദേഹത്തിൻ്റെ സാഹിത്യഭൂഷണത്തിൽ